നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പത്മജ വേണുഗോപാൽ മത്സരിക്കുന്ന മണ്ഡലമാണ്. തൃശ്ശൂരിൽ BJP തേരോട്ടം നടത്തിയ മണ്ഡലമാണ്. ആ രീതിയിൽ ഇവിടെ ത്രികോണ മത്സരത്തിനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട്, പത്മജയ്ക്ക് വിജയസാധ്യത ഉണ്ട് എന്ന് BJPക്കാരൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളതിനെ അറിയാനായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരോട് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആര് ജയിക്കാനാണ് സാധ്യത? ഇവിടെ ജയിക്കാൻ ചാൻസ് രാജമല്ല തന്നെ. കാരണം ആള് മുൻ കോർപ്പറേഷൻ മേയറായ സമയത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ആള് വീതി കൂട്ടി അങ്ങനെ കുറച്ച് ഇമേജ് ആളുണ്ടാക്കി. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് മൊത്തത്തിൽ രാജമ്പാലിന് താല്പര്യമുണ്ട്. കാരണം കിഴക്കേക്കോട്ട കുറുക്കഞ്ചേരി പോകുമ്പം പടിഞ്ഞാറോട്ട് ഇവിടെയൊക്കെ ആള് സൗകര്യങ്ങൾ ആൾക്കാർ ചെയ്തു കൊടുത്തു. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് ആൾക്കുണ്ട്. പിന്നെ പത്മജാനെ സംബന്ധിച്ചോളം കേക്കാരൻ്റെ മകളാണ്. അങ്ങനെ സ്റ്റാൻഡ് ആൾക്കുണ്ട്. അച്ഛൻ്റെ കുറച്ച് സപ്പോർട്ട് സ്റ്റാൻഡ് ഉണ്ട് ആൾക്ക്. പിന്നെ ഇങ്ങൊരു ആലങ്കോട് ലീലാകൃഷ്ണൻ ആള് കവിയെന്ന് പറഞ്ഞ് കേട്ടോ. എങ്കിലും ആള് മൊത്തത്തിലൊരു പരിഹാരമുണ്ട് ആൾക്ക്. അഡ്ജസ്റ്റ്മെന്റ് വല്ലതും ഉണ്ടോ ഇടതുപക്ഷമായിട്ട് BJPക്ക്? ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ആയും കാര്യമില്ല. കാരണം ഇവിടുത്തെ ആൾക്കാരാ ചിന്തിക്കുന്ന ആൾക്കാരാ. അങ്ങനെ വരുമ്പോൾ അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ആ വോട്ടുകളൊക്കെ എവിടെ പോകും അത് പറയാൻ പറ്റില്ല. കാരണം അത് അന്നൊരു ട്രെൻഡ് ഉണ്ട്. പൂരം കളിക്കുക, അത് കളിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറേ വോട്ട് ആൾക്ക് കിട്ടി. കുറച്ച് വോട്ട് കോൺഗ്രസിൻ്റെ പോയി. അങ്ങനെ കുറേ കളികൾ അതിൽ നടക്കുന്നു എന്ന് വെച്ചിട്ട് അത് മുഴുവൻ അർത്ഥത്തിൽ കിട്ടുന്ന പ്രതീക്ഷ വയ്ക്കേണ്ട അർത്ഥമില്ല. കരുണാകരൻ്റെ അനുഗ്രഹം മോക്കില്ലേ? തീർച്ചയായിട്ടും അതുണ്ട്. അതിൻ്റെ കുറേ വോട്ട് കിട്ടും. അതിന് കുറച്ച് വോട്ട് ചാൻസ് ഉണ്ട് ആൾക്ക്. കേരളം LDF ഭരിക്കോ UDF ഭരിക്കോ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 100 സീറ്റ് കിട്ടുമെന്ന് പറയണേ. മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ സർവേക്ക് നോക്കുമ്പോൾ പിണറായി പിന്നെ സദൃശ്യമില്ല. ഓരോ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയല്ലേ കാണണം നമ്മൾ. അപ്പോൾ നൽകി UDF ചാൻസ് നിൽക്കണു. ഇങ്ങനെ രാഹുൽ മങ്കൂട്ടത്തിനെ കുറിച്ച് അഭിപ്രായം? രാഹുലും അത് ചെയ്തത് തെറ്റുണ്ട്, മോശമാണ്. കാരണം ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ പദവിയിൽ ഇരുന്നിട്ടും മുന്നും ആള് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു പോയി. അത് കോൺഗ്രസിനെ വളരെ ദോഷം ചെയ്തു. അദ്ദേഹത്തെ പുറത്താക്കിയതിനെ ന്യായീകരിക്കുകയാണോ? ഇല്ല, അത് പുറത്താക്കേണ്ട തന്നെയാണ്. ഓൺ ദി സ്പോട്ടിൽ പിടിച്ച് പുറത്താക്കേണ്ടായിരുന്നു. ഡിസ്മസ് ചെയ്താണ് പറഞ്ഞത്. അങ്ങനത്തെ ആൾക്കാരെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. പാർട്ടിക്ക് മോശം, വായനക്കാർക്കും വൃത്തികെട്ടതല്ലേ, അത് ചെയ്യാൻ പാടില്ല പുള്ളി. ഒരു അഭിപ്രായം. പിന്നെ സുധാകരനെ മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല, എന്താ അഭിപ്രായം? സുധാകരന് സീറ്റ് കൊടുക്കാതെ ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ നമ്മൾ അനുസരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോൾ സുധാകരന് സീറ്റ് കൊടുത്തു. അടൂർ പ്രകാശ് പറഞ്ഞു എനിക്ക് സീറ്റ് വേണം. ഷാഫി പറയുമ്പോൾ എനിക്ക് സീറ്റ്. അവർക്ക് ആഗ്രഹമില്ല മന്ത്രിയാവുന്നൊക്കെ. അപ്പോൾ അതിൽ സുധാകരൻ വാശി പിടിയിൽ അർത്ഥമില്ല. ഇപ്പം UDF വന്നാൽ അടി തുടങ്ങത്തില്ലേ? അടി തുടങ്ങും. അത് ചെന്നില്ല. ഇപ്പം തന്നെ തുടങ്ങിയില്ലേ? സുധാകരനോട് നിങ്ങളുടെ മാതിരി ആൾക്കാരെ പോയി ചോദിച്ചില്ലേ അടുത്ത മുഖ്യമന്ത്രി ആരാ? അപ്പം ഞാൻ ചെന്നിത്തലിനെ പിന്താങ്ങുന്നു പറഞ്ഞു. അതുപോലെ അങ്ങനെ വരുമ്പോൾ അവിടെ ഫൈറ്റ് ഉറപ്പാ, 100% ഉറപ്പാ. ഇതാടി അടി പൊട്ടുന്നുള്ള 100% ശരിയാ. അതിലൊരു സംശയമില്ല. കാരണം നിങ്ങളല്ലേ കൂടുതൽ ആൾക്കാര്. നിങ്ങൾ പോയി ചെന്നിത്തനെ ചെവി തിന്നും, അത് നിങ്ങൾ പോയി സതീശന് ചെവി തിന്നും. എന്നിട്ട് പിന്നെ വീണ്ടും അങ്ങോട്ടും കൂടായിട്ട് അടിപൊളി. മോദിയെ കുറിച്ച് ചോദിച്ചാൽ മോദി നല്ല ഭരണം, നല്ല കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് ആ മോദിയുടെ ഭരണത്തിന്റെ അദ്ദേഹമൊക്കെ വന്ന് പറഞ്ഞിട്ടും ഇവിടുത്തെ ജനങ്ങൾ മാറാത്തത്? എന്തുകൊണ്ടാണ് അവരുടെ വേടോട്ടമാണ് നടത്താത്തത്? കാരണം ഒന്നാമത് ഇവിടെ മതങ്ങളുടെ കുറേ പ്രശ്നങ്ങളും മുഴങ്ങി. പിന്നെ ഞാനിപ്പോൾ നോർത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നല്ല ഗുജറാത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ ചെയ്ത് കൂട്ടി ജനങ്ങൾക്കുണ്ട്. അപ്പം നമ്മളതെല്ലാം ചിന്തിക്കുക. അതിന് മാറ്റം വേറെ ഒന്നല്ലേ. കോൺഗ്രസ് ഭരിച്ചു, അതിനും വ്യത്യാസപ്പെട്ടിട്ടാണ് ഇവർ ഭരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അവിടെ വന്നു. അത് മാറ്റി നമുക്ക് ഗുണം കിട്ടുമ്പോഴല്ലേ നമ്മൾ അവരോട് സപ്പോർട്ട് ചെയ്യണത്. കേരളം UDF ഭരിക്കും. UDF ചാൻസ്. അതെ. എന്നാലും ഒരു ചാൻസ് ആർക്കായിരിക്കും മുഖ്യമന്ത്രിയാകാൻ? സതീശന് യോഗ്യത സതീശൻ. ആരെല്ലാം ആയാലും എന്തൊക്കെയാ ഗുണങ്ങൾ പറയുന്നത്? ഉപരി കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കോർപ്പറേഷൻ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് പോയില്ലേ, അതിലൊക്കെ നല്ല ഭൂരിപക്ഷം തിരിച്ചു വന്നല്ലോ. അത് CPIക്കാർ അതിൽ പറഞ്ഞു ആൾക്കാരെ നിർത്താൻ പേടിയുന്നു, തോൽക്കൊള്ളൂന്ന്. പിന്നെ ഞങ്ങൾ നല്ല ആൾക്കാരെ നിർത്തണത് എന്തിനാ ഒരു പ്രസ്ഥാനം വന്നവരുടെ നല്ല വ്യക്തികളെ ഇന്ന് തോറ്റ് പാളിസാവില്ലെന്ന് എന്തിനാ പോണേന്ന് ആൾക്കാർ. രണ്ടാം സ്ഥാനത്ത് വരുമോ? പത്മ രണ്ടാം സ്ഥാനത്ത് വരാൻ ചാൻസ്. കരുണാകരന്റെ മോളൊക്കെ നിൽക്കുന്നുണ്ട്. ജയിക്കാൻ സാധ്യത ഉണ്ടോ?
കാരണം ഒരു സാധ്യത ഉണ്ടാവും. പക്ഷെ എനിക്ക് രാഷ്ട്രീയത്തിൽ അത്ര അറിവില്ല. രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഇനിയിപ്പം വീണ്ടും പിണറായി ഭരണം മാറണോ അതോ മാറുമോ? കാരണം അത്ര താല്പര്യമില്ല. മാറുന്നതാണ് നല്ലത്. ഒരു മാറ്റം ആവശ്യമാണ്. അതെ, മാറ്റം ആവശ്യമാണ്. അതെ. മോദിയെ കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായം? മോദി നല്ല ആളാണ്. മോദിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇവിടുത്തെ BJP-ക്കാരെ കുറിച്ചോ? പോരാ. മോദിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതല്ലേ? ഓക്കെ. സാധ്യത തൃശ്ശൂരിലെ ഒരു സാധ്യതയായിട്ട് കാണുന്നത് ഇപ്പോൾ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഒന്നിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പത്മജ. രണ്ടുപേരുടെ മത്സരം, രണ്ടുപേരും കൂടെയുള്ള മത്സരം. CPIയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യമൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ജനങ്ങൾക്ക് വലിയ താല്പര്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിൽ സുരേഷ് ഗോപിക്ക് നല്ല വോട്ട് കിട്ടിയ മണ്ഡലമാണ്. നല്ല മണ്ഡലമാണ്. അതിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത്. അത്രയും വോട്ടുകൾ പത്മജിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ ഈ ശബരിമല കേസുകളും മറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രെൻഡ് ഉണ്ട്. കരുണാകരന്റെ മോളെന്ന നിലയിൽ കുറച്ച് വോട്ടുകൾ സ്വാധീനിക്കാൻ അവർക്ക് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ കുറേ വോട്ടുകൾ 90% ഉണ്ട്. ജയിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ചോദിക്കാം, കേരളത്തിലെ പിണറായി ഭരണം തുടരുമോ അതോ UDF വരുമോ? UDF വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? അതിന് മുഖ്യമന്ത്രിയോടുള്ള ഒരു എതിർപ്പ് ഇപ്പം അടുത്ത് തന്നെ കണ്ടില്ലേ. ഒരു വീട്ടിൽ പോയി ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു മോശമായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന ആൾക്കാർ മറ്റുള്ളവരെ ഒരു താറടിച്ച് കാണിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യം. അതൊന്നും പാടില്ല. അവരെ കീഴിലൊന്നല്ലല്ലോ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കുന്നത്. എത്രയോ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ദേഷ്യമുണ്ടെങ്കിൽ അത് മനസ്സിൽ വയ്ക്കാനേ പാടുള്ളൂ. പണികൾ വേണം. ജനാധിപത്യ രാജ്യം. അതെ, അതായത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ജനങ്ങൾക്ക് ഈ പ്രാവശ്യം. അത് ഇലക്ഷൻ മുന്നിൽ നിൽക്കണം. ആ സമയത്ത് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ആരായിരുന്നാലും. ജനങ്ങൾക്ക് അങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ജനങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഇതിപ്പോൾ അടിമത്ത ഭരണം ഒന്നല്ലല്ലോ. പഴയ കാലത്ത് അടിമത്ത ഭരണം ഒന്നല്ലല്ലോ. എല്ലാവർക്കും എല്ലാവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്നത് നിലയ്ക്ക് നിന്നിട്ടുള്ള ഒരു മറുപടി ആയിരുന്നില്ല പറഞ്ഞത്. പലപ്പോഴും മുഖ്യമന്ത്രിയുടെ പേരിൽ വളരെയധികം ജനങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, അദ്ദേഹം ജനങ്ങളെയൊക്കെ എന്തിനൊക്കെയോ കന്നുകാലികളുടെ മരിയിലേക്കുള്ള ഒരു പ്രയോഗമാണ് കാണിക്കുന്നത്. അതൊന്നും പാടില്ല. ജനങ്ങളുടെ അടുത്തൊക്കെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ അല്ലേ. ഇപ്പോൾ എന്തായാലും രണ്ടുപേരൊരു മത്സരം നടക്കുന്നത് ഇവിടെ. കോൺഗ്രസ് ആണ് വരുന്നെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആവുക? മുഖ്യമന്ത്രി ഇപ്പോൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരിൽ തന്നെ ഒരു വടംവലികളുണ്ട്. അതും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അത് ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു തമ്മിതല്ലുണ്ട്. 9-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞാൽ അന്നേരം തൊട്ട് തുടങ്ങത്തില്ലയോ അടി? ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അന്നേക്ക് വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തായാലും BJP പ്രാവശ്യം ഇവർ രണ്ടുപേരും കാരണം കൊണ്ട് കുറച്ച് സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും BJP എത്ര സീറ്റ് പിടിക്കാൻ സാധ്യത? എൻ്റെ കണക്കൂട്ടിൽ ഒരു 10ൻ്റെ അവിടേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 7-ഓ 8-ഓ അത് 10ൻ്റെ അവിടേക്ക് എന്തായാലും പിടിക്കാൻ സാധ്യതയുണ്ട്. എന്താ പിടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെ ഒരു പെരുമാറ്റം ഇവർ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും ജനങ്ങൾക്ക് പഴയ കാലമൊന്നുമല്ല. ഇപ്പോൾ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം അതുകൊണ്ട് മോദി 2 ദിവസം കഴിഞ്ഞ് ഇവിടെ വരുന്നുണ്ട് അല്ലേ? മോദിയെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാൽ എന്താ പറയും? മോദി നല്ലൊരു പ്രധാനമന്ത്രി തന്നെയാണ്. അത് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അറിവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി നല്ലൊരു പ്രധാനമന്ത്രി ആയിരുന്നു. അതിനുശേഷം ഒരു നല്ലൊരു പ്രധാനമന്ത്രി ഇദ്ദേഹം തന്നെയാണ്. നല്ല ചെയ്യുന്നുണ്ട്. അത് ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ശരിയായിട്ടും വോട്ട് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലാണോ അതോ ഒരു വ്യക്തി എന്ന നിലയിലാണോ ചേട്ടൻ വോട്ട്? ഞാനിപ്പോൾ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് വോട്ട് ചെയ്യുള്ളൂ. അത് വ്യക്തി അനുസരിച്ചാണ്. അത് ഈ വോട്ട് ചെയ്യുന്ന ആളിന് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്തെന്ന് വരത്തില്ല. അല്ല, അവരെ നോക്കിയാണ് ചെയ്യുന്നത്. അവരെ നമ്മൾക്ക് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അവർക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അതിനകത്ത് രാഷ്ട്രീയം നോക്കാം കാര്യമില്ല. ഇന്നത്തെ കാലത്ത് നല്ല കാര്യം ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. അതിനുവേണ്ടിയാണ് അവരെ വിടുന്നത്. അതിനുവേണ്ടി അവരെ വിജയിപ്പിച്ചു വിടണം. എന്തിനാ വേണ്ടിയിട്ട് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വിജയിപ്പിച്ച് വിടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങളെന്ന് അറിയില്ലേ. ഏത് ജനങ്ങൾ പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. കോൺഗ്രസ്സിൽ നല്ല യുവനേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് നല്ല നടപടിയായിരുന്നു അതോ അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കണമായിരുന്നു? അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കാമായിരുന്നു. പക്ഷേ തെറ്റ് ചെയ്യാത്തൊരു ഭാരമുള്ള ഏത് പാർട്ടിയിലുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കുറേ ബുദ്ധിമുട്ടിച്ചു ജനങ്ങൾ.
ജനങ്ങൾ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിൽ വരുന്ന പിന്നെ MLA ഒക്കെ ആകുന്നതിന് മുമ്പാണ് ഈ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത്. അതെ. പക്ഷേ ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ യുവ നേതാക്കന്മാരൊക്കെ വരണം മുന്നിലേക്ക്. ഇതൊക്കെ പ്രായമായിട്ടുള്ളവർ 2 വട്ടം 3 വട്ടം 4 വട്ടം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പിന്നെ നിൽക്കുകയാണ്. എത്രയോ ആൾക്കാർ ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട്, നല്ല നേതാക്കന്മാർ നിൽക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയത്തിലുണ്ട് കേട്ടോ, ഇന്നതെന്നല്ല. അപ്പം അവർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കണം നമ്മൾ, അതാണ് ചെയ്യേണ്ടത്. ഈ K. സുധാകരന് ഇപ്രാവശ്യം സീറ്റ് നിയമസഭയിലേക്ക് കൊടുത്തില്ല എന്നുള്ളത് ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? K. സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നേതാവ്. അദ്ദേഹം പരമാവധി നോക്കി, അദ്ദേഹത്തിന് കിട്ടിയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിനോട് മത്സരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും ലാസ്റ്റ്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്നാലും അനുസരണയുള്ളൊരു ആളിനെ പോലെ വന്ന വീട്ടിലിരുന്നല്ലോ. അതാണ് പ്രചരണത്തിന് ഇപ്പോൾ ഇറങ്ങിയല്ലോ. ശരിയായിട്ടും കണ്ണൂർ ഇളകിയായിരുന്നു. കണ്ണൂർ പടക്കം പൊട്ടിക്കുകയും ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ജനങ്ങൾ ധാരാളം തെരുവിൽ ഇറങ്ങുകയൊക്കെ ചെയ്തു. എന്നിട്ടും അദ്ദേഹം കോൺഗ്രസിൻ്റെ വാക്ക് കേട്ട് അദ്ദേഹം ഒഴിഞ്ഞുമാറി എന്നുള്ളത് ഒരു നല്ല പ്രവർത്തകനെന്ന് അദ്ദേഹത്തെ പറയാൻ പാടില്ലേ? അദ്ദേഹത്തിന് നല്ലത് പറഞ്ഞിട്ടാണ്, എല്ലാവരും കൂടിയിട്ട് പറഞ്ഞിട്ടാണ് അദ്ദേഹം കയറിയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് സമയത്ത് അദ്ദേഹത്തിനെ തഴഞ്ഞു, പാർട്ടിക്കാർ തന്നെ തഴഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു നേതാവ് തന്നെയാണ്. പക്ഷേ കണ്ണൂർ എന്നുള്ള സ്ഥലത്ത് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് തന്നെ അങ്ങവരുടെ ഒരു കഴിവും അങ്ങവരുടെ നെഞ്ചുറ്റും എന്താ പറയുക, ചങ്കൂറ്റമുള്ളൊരു നേതാവ് കോൺഗ്രസിൽ വേറെ ഉണ്ടോ? ഇല്ല. ഇത്രയും കഷ്ടപ്പാടിനകത്തുനിന്ന് ജീവൻ പണയം വെച്ച് മുന്നോട്ട് വന്നത്. അതെ. അതായത് കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMൻ്റെ ഒരു കോട്ടയാണ്. അവിടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മാതിരി കോൺഗ്രസ്സിലൊരു നല്ല ആളെന്ന് പറയാനൊന്നുമില്ല ആൾക്കാരുണ്ടെങ്കിലും. പക്ഷേ ഇങ്ങനെ നെഞ്ചോർപ്പോടുകൂടി എല്ലാ കാര്യം പറയും. ലാസ്റ്റ് സമയത്ത് അദ്ദേഹത്തിനൊന്ന് ഒതുക്കി, അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നു സീറ്റ്. നല്ലൊരു വ്യക്തിയായി കാരണമുണ്ട്. ഈ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ച് പുള്ളിക്ക് സീറ്റ് കൊടുക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചാൻസ് കൊടുക്കണമായിരുന്നു. ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം ജയിച്ചു എന്ന് തന്നെ പറയാം. അവിടെ UDF തന്നെ. കേരളത്തിലും പിണറായി വിജയന്റെ ഭരണമായിരിക്കും അതോ UDFന്റെ ഭരണമായിരിക്കും? UDFന്റെ ഭരണം തന്നെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക? UDF ആണെങ്കിൽ അതിപ്പോൾ അത് പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. ഞാനിപ്പം 3-4 പേരുണ്ടല്ലോ. VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, K. മുരളീധരനുണ്ട്, അങ്ങനെ പലരും ഇല്ലേ? അവര് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർ തീരുമാനിച്ചത്. അതെ. ഞാൻ പിന്നെ ഈ സുധാകരൻ കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്നല്ലോ, അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കേണ്ടതല്ലായിരുന്നു? അതിപ്പോൾ അവർ MP മത്സരിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചതാണ് ഹൈക്കമാൻഡ്. അതിപ്പോൾ സുധാകരനെ കൊടുക്കണമെങ്കിൽ ബാക്കിയും കുറേ പേര് നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിഷമം സീനിയർ നേതാവ് എന്ന നിലയ്ക്കുണ്ട്. പക്ഷെ എന്നാലും ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും കൊടുക്കേണ്ടി വരുമല്ലോ. അത് കാരണം പിന്നെ വേണ്ടെന്ന് വെച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ആളും നല്ലൊരു നേതാവായിട്ട് വരേണ്ടതാണ്. പക്ഷേ ആളുടെ കയ്യിലിരിപ്പോണ്ടായിരിക്കാം ഒരാളെ പുറത്താക്കേണ്ട ആവശ്യം. ഇപ്പോൾ LDF തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നിലനിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കിയത് ശരിയാണോ എന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോൾ പാർട്ടിയുടെ നിലനിൽപ്പ് ആ സമയത്ത് അത് ഇലക്ഷനൊക്കെ വന്ന കാരണം പാർട്ടിക്ക് ഒരു നിക്കക്കളി ഇല്ലാണ്ടായപ്പോൾ ചെയ്തതാണത്. അല്ലെങ്കിൽ ഇത് പാർട്ടി കേരളം മുഴുവൻ ചർച്ചയായേനെ. ഇപ്പോൾ ആ ചർച്ച വരുന്നില്ലാത്തത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതുകൊണ്ടാണ്. അതുപോലെ എൽദോസിനെ മാറ്റി നിർത്തി, അങ്ങനെ അപവാദമുള്ള ആൾക്കാരെ എല്ലാം മാറ്റി നിർത്തി. അങ്ങനെയുള്ളവർ രാഷ്ട്രീയത്തിൽ നിൽക്കണ്ടെന്ന് തന്നെ അഭിപ്രായം. അങ്ങനെ ഒരു പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം അവർക്ക് പാർട്ടിക്ക് അതൊരു മോശപ്പേര് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എവിടെ സ്ഥലം? ചാലക്കുടി ആരാ ജയിക്കുക? ചാലക്കുടിയിൽ ഇപ്പോൾ ആര് ജയിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വലിയ ഉറപ്പായിട്ടില്ല. അല്ലേ, 2 പേര് ആണല്ലേ? ഇവിടെ രാജനാണ്, K. രാജൻ മന്ത്രി. ശരി. ചാലക്കുടിയുടെ കാര്യമൊന്നും ഉറപ്പ് ഇതായിട്ട് പറയാൻ പറ്റില്ല. കേരളം ആര് ഭരിക്കും എന്നാണ് പറയാൻ പറ്റുമോ? LDF ഭരിക്കും, UDF ഭരിക്കും? കേരളം LDF ഭരിക്കും. LDF ഭരിക്കും, ഭരണം വരും. കോൺഗ്രസ് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. BJPക്ക് എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് കേരളത്തിൽ? BJPക്ക് കേരളത്തിലൊരു 3-4 സീറ്റ് കിട്ടും എന്ന് വിചാരിക്കുന്നു. തൃശ്ശൂർ മണ്ഡലം പത്മജയിക്കാൻ സാധ്യത. അത് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയുടെ വോട്ട് വെച്ചാണോ ചേട്ടൻ അങ്ങനെ പറയുന്നത്? മാത്രമല്ല അവർ CPMന്റെ സ്ഥാനാർത്ഥി അത്ര പോരാ, അതിന്റെ വോട്ടുകളൊക്കെ ഇങ്ങോട്ട് മാറി. അപ്പോൾ അത് പിന്നെ കേരളം ആര് ഭരിക്കും? LDF UDF ആയിരിക്കും. കോൺഗ്രസ് BJPക്ക് എത്ര സീറ്റ് കേരളത്തിൽ കിട്ടാൻ സാധ്യത? ഒരു 5 സീറ്റ് കിട്ടും. 5 സീറ്റ്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ്സുകാർ പുറത്താക്കിയതിനെ കുറിച്ച് എന്തായാലും അതൊന്നും
അതിന് പറയുമ്പേ വേണ്ടായിരുന്നോ? ഇല്ല, അത് നമുക്ക് അഭിപ്രായമില്ല. അഭിപ്രായമില്ല, അതിനെക്കുറിച്ച് അഭിപ്രായമില്ല. കെ സുധാകരന് സീറ്റ് കൊടുത്തില്ല, എന്തോ അഭിപ്രായമുണ്ടോ? ഇല്ലില്ല, അത് കുറിച്ചില്ല. ഞാൻ തൃശ്ശൂർത്തെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. CPM-ന്റെ ശരി. LDF-ന്റെ മുകുന്ദൻ BJP-യിൽ പോയില്ലേ, അതന്നെ. ശരി. ജയിക്കുമോ അവിടെ? മുകുന്ദൻ ജയിക്കില്ല, അവിടെ കോൺഗ്രസിന്റെ ജയിക്കുള്ളൂ. അത് ഉറപ്പാ. കേരളം കോൺഗ്രസ് ഭരിക്കും, അത് ഉറപ്പാണോ? അത് ഉറപ്പാ. ഇപ്പോൾ കേരളം കോൺഗ്രസ് വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? അത് നമ്മുടെ VD സതീശൻ തന്നെയാവാൻ സാധ്യത. അർഹതയാണോ അതോ ആഗ്രഹമാണോ? ആഗ്രഹമൊന്നുമില്ല, അർഹത എന്ന് പറയാം. പിന്നെ അങ്ങനെ VD സതീശൻ തന്നെ ആയിരിക്കും. കെ സുധാകരനെ സീറ്റ് കൊടുക്കേണ്ടതല്ലായിരുന്നോ? ഒരു നല്ല നേതാവല്ലായിരുന്നോ? അതിനെ പറ്റുമെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല, ഓരോരുത്തരുടെ ഇതല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നല്ല നേതാവായിട്ട് വരികയായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു, എല്ലാ രീതിയിലും നല്ല വരിക. അദ്ദേഹത്തിൻ്റെ MLA ആകുന്നതിന് മുമ്പേ ചെയ്ത തെറ്റിനാണ് അദ്ദേഹം ശിക്ഷ അനുഭവിച്ചത്. അത് ശരിയായ നടപടി ആയിരുന്നു? നടപടി എന്തായാലും തെറ്റ് ചെയ്ത സ്ഥിതിക്ക് അത് തെറ്റ് തന്നെയാണ്, തെറ്റാണല്ലോ. അപ്പോൾ ആൾ ചെയ്ത് തെറ്റാണ്, അപ്പോൾ ആളെന്നെ ശിക്ഷ അനുഭവിക്കണം, അത്രയേ ഉള്ളൂ. തീർച്ചയായും. മോദിജിയെ കുറിച്ച് ചോദിക്കാം. മോദിജിയും ചില കാര്യങ്ങളിൽ കുഴപ്പമില്ല, ചില കാര്യങ്ങൾ പ്രശ്നമുണ്ട്. അങ്ങനെ 50-50 മാർക്ക്. അതെ, 50-50. ഞാൻ ഇവിടുത്തെ ഒരു ഓർഡറല്ല. അപ്പോൾ എൻ്റെ വീട് കോട്ടയത്ത്, ഇവിടെ മോനിവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. കോട്ടയത്തെ കാര്യം പറ. കോട്ടയത്ത് ആരാ ജയിക്കാൻ സാധ്യത? കോട്ടയം മണ്ഡലത്തിൽ പുതുപ്പള്ളിയാണ് ഞങ്ങൾ. പുതുപ്പള്ളി നമ്മുടെ ചാണ്ടി ഉമ്മൻ, അത് ഷുവറാണ്. പുള്ളി പോസ്റ്ററുകളൊന്നും ഇല്ലാതെയാണ് ഇപ്രാവശ്യം. അതെ അതെ അതെ, അതൊരു വലിയ അത് വീട് വെച്ച് കൊടുക്കാനാണ്. അതൊരു നല്ല ഐഡിയ ആണ് അല്ലേ? ശരിയായിട്ടും എല്ലാ MLA-മാരും ആ നടപടിയാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം സൈക്കിളിൽ നടന്ന് വോട്ട് ചോദിക്കുന്നു. തീർച്ചയായിട്ടും അല്ലേ? അത്രയും പൈസ അദ്ദേഹം തരാനുള്ളവരൊക്കെ തന്നേക്കാനാണ് പറഞ്ഞത്. ഞാനത് വീട് പണിഞ്ഞു കൊടുത്തോളാം, ആർക്കെങ്കിലും സംഭാവന തരാനുണ്ടെങ്കിൽ തന്നേക്കൂ, ഞാൻ വീട് പണിഞ്ഞു കൊടുത്തേക്കാന്ന് പറയുന്നത് വലിയ. കേരളം എങ്ങനെയായിരിക്കും? LDF ആയിരിക്കും, UDF ആയിരിക്കും? അതേപ്പറ്റി ഇപ്പോൾ പറയാൻ ഒരു സാധ്യത ഇല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ലോ. നമ്മുടെ ഒരു ആൾക്കാർ പറയും, നമ്മുടെ സ്വന്തം അഭിപ്രായം. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. അതാരെങ്കിലും വരട്ടെ അതെ എന്നുള്ളതാണ്. മോദിജിയെ കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചാൽ എന്ത് പറയും? മോദിജിയെ പറ്റി നല്ല അഭിപ്രായമാണ്. പക്ഷേ ആ അഭിപ്രായം ഇവിടുത്തെ BJP-ക്കാരെ കുറിച്ചുണ്ടോ? ഇപ്പം എല്ലാ പാർട്ടിയിലും നല്ലവരും ചീത്തവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എല്ലാവരും നല്ലതാണെന്ന് വിശ്വസിക്കാം. ഇവിടെ കോട്ടയം ഇവിടെ വന്നപ്പോൾ തൃശ്ശൂർ പത്മജയെക്കുറിച്ചൊക്കെ ചോദിച്ചു കാണുമല്ലോ. പഴയ നിങ്ങളെയൊക്കെ നേതാവല്ലായിരുന്നോ കരുണാകരൻ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോളെന്ന രീതിയിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇവിടുത്തെ വർത്തമാനം എങ്ങനെയുണ്ട്? ഞാനിങ്ങനെ ഇവിടെ വരെ അത്യാവശ്യം വരുമെന്നല്ലാണ്ട് കൂടുതൽ സമ്പർക്കമൊന്നുമില്ല. എന്ത് പറ്റിയത്? ഇത് എനിക്ക് ചെറുപ്പത്തിൽ പോളിയോടെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ പോളിയോടെ വന്നതാണ്. ഇപ്പം അങ്ങനെ നടക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം പക്ഷേ പ്രായമായപ്പോഴത്തേക്ക് വീണു, മുട്ടേറിട്ട് പൊട്ടി, അങ്ങനെ പല സർവീസിലും ഉണ്ടായിരുന്നു. സർവീസിലുണ്ടായിരുന്നു. ഏത് സർവീസാണ്? ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിലായിരുന്നു. അതായത് ഇപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ ഇത് വന്നതുകൊണ്ട് ഇപ്പം നമുക്ക് വരാൻ പറ്റും. വൈകുന്നേരം ഇറങ്ങാം. BJP ജയിക്കുന്നതാണ് സാധ്യത. അത് പിന്നെ സുരേഷ് ഗോപി ജയിച്ച മണ്ഡലം ആയതുകൊണ്ടാണോ? അതല്ല, LDF-ന്റെ പ്രവർത്തനങ്ങളും അല്ല ഭരണവും കാര്യങ്ങളൊന്നും ശരിയല്ല. അപ്പം അത് കാരണം ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമുക്ക് BJP വരണം, എന്നാലും ഇവിടെ ഒരു പുരോഗമനം ഉണ്ടാവും. മാറി മാറി ഭരിക്കണം. അതാണ് നമ്മുടെ ഒരു അഭിപ്രായം. കേരളം ശരിയായിട്ടും LDF ആയിരിക്കും, UDF ആയിരിക്കുമോ? കേരളം പ്രാവശ്യം LDF-ന് കിട്ടാൻ സാധ്യത കുറവാണ്. എന്തായാലും BJP-ക്ക് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള വോട്ട് കിട്ടുമോ? ഒരു 10 സീറ്റ് കിട്ടുമോ? LDF സീറ്റ് BJP കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടിൽ ആരാ ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? തീരുമാനം എന്തായാലും കേരളത്തിൽ എന്തായാലും BJP ഭരണം ഇപ്പോൾ അടുത്ത് വരുന്നു. അല്ല, കാരണം അവർക്ക് ഭൂരിപക്ഷം ഇല്ലാതെ തുല്യം നിന്നാൽ BJP തീരുമാനിക്കണം ആര് ഭരിക്കണം എന്നൊരവസ്ഥ വരുമോ? അത് വന്നുകൂടാന്നില്ല. ഇപ്പൊ ഇന്നത്തെ പിക്ചർ അല്ല, ഓരോ ദിവസം ഓരോ ഇലക്ഷൻ വരുംതോറും വോട്ടുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കല്ലേ. അപ്പോൾ അത് സാധ്യത 2 ദിവസം കഴിയുമ്പോൾ മോദി വരുന്നുണ്ട്. 29. അപ്പോൾ അത് വലിയൊരു മാറ്റം പറിച്ചിലുണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് മണ്ഡലങ്ങളെ മാറ്റിമറിക്കും. ശരി. അല്ല, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ എന്താ പറയാ? നല്ലൊരു അഭിപ്രായമല്ലേ. മോദി നല്ലൊരു ഇതിന് എല്ലാത്തിനും നല്ലൊരു പുരോഗമനം ഉണ്ടാക്കാനുള്ള ഒക്കെ നല്ല ഇതാണ്. ലോകരാജ്യങ്ങൾക്കിടയിലുള്ളതാണ് എല്ലാം മൊത്തത്തിൽ. എന്താ മോദിയെ ഇഷ്ടപ്പെടുന്നുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, വികസന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മോദി മുൻകൈ എടുത്ത് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് എല്ലാവർക്കും മോദിയോട് താല്പര്യം. അപ്പോൾ തീർച്ചയായിട്ടും അതിപ്പോൾ LDF UDF വരുവാണെങ്കിൽ അടിയാകത്തില്ലേ മുഖ്യമന്ത്രി പദത്തിന്?
അതൊക്കെ ഉണ്ടാവും. അതിപ്പോൾ അവർ പാർട്ടി തീരുമാനിക്കും. എന്നൊരു സാധ്യത ആർക്കാണ് നമുക്കൊരു ഊഹം പറയുന്നത്? കേരളത്തിൽ എന്തായാലും സാധ്യത LDF തന്നെയാണ്. അതിൽ മാറ്റമില്ല. സാധ്യത LDF-നാണ്. പക്ഷെ എന്നാലും ഒരു മാറ്റം വരുന്ന പ്രതീക്ഷയുണ്ട്. അപ്പം തൂക്ക് വരാൻ വന്നാൽ പണിയാവും. അത് വരും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഒരു 3 സീറ്റിനാണ് അവർ തമ്മിൽ വ്യത്യാസമെങ്കിൽ BJP പറയുകയാണ് മറ്റവർക്കാണ് പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭരണം മാറിപ്പോത്തില്ലേ? ഭരണം മാറിപ്പോവും. അപ്പം BJP ഭയങ്കര ശക്തിയായി മാറത്തില്ലേ? മാറും. അതല്ല തീർച്ചയായിട്ടും ഉണ്ടല്ലോ എപ്പോഴും. അപ്പം BJP ഓഫീസിന്റെ മുന്നിൽ എല്ലാവരും ക്യൂ നിൽക്കത്തില്ലേ? അതില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ ഓരോ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോഴും ഭൂരിപക്ഷം ഇലക്ഷൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നോക്കി നോക്കിയേ എല്ലാവരും സെക്കൻഡായിട്ട് വന്നിക്കണ്. രണ്ടാം പിന്നെ തീർച്ചയായിട്ടും രണ്ടാം ഇതിലായിട്ട് നിൽക്കണത്. ഇപ്പൊ ഈ പത്മജ വേണുഗോപാലിന് കരുണാകരന്റെ ആരാധകരുടെ കുറെ വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ? അതൊക്കെ ഉണ്ട്. കരുണാകരൻ്റെ പത്മജിക്ക് എന്തായാലും ഇവിടെ ഒരു പ്രതീക്ഷിക്കാം. സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം വന്ന് ജയിച്ച കാരണം കൊണ്ട് പത്മജിക്ക് ഒരു പ്രതീക്ഷയില്ല. കഴിവുള്ള സ്ത്രീ എന്നാണോ നിങ്ങൾ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും. കാരണം മുരളിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുരളിക്കാണോ പത്മജിക്കാണോ കഴിവ്? പത്മജിക്ക് ഇപ്പോൾ കഴിവ് കൂടുതലാണ്. ഉണ്ടല്ലേ? അപ്പോൾ ഏറ്റവും അവസാനം വരെ കരുണാകരനെ നോക്കിയ ആളെന്ന് ഒരു പേരുമുണ്ട് അല്ലേ? അപ്പോൾ കരുണാകരൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഉണ്ടാവും, തീർച്ചയായിട്ടും. ശരിയായിട്ടും. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പിന്നെ മോദിജിയുടെ ഭരണത്തെക്കുറിച്ച് നല്ല അഭിപ്രായം. പിന്നെ പത്മജ വേണുഗോപാൽ വിജയിക്കും എന്നുള്ളതിന് കാരണം പുള്ളി പറയുന്നത് ഇവിടെ സുരേഷ് ഗോപി നേടിയ വോട്ട് അല്ലാതെ പത്മജ വേണുഗോപാലിന് അച്ഛൻ്റെ കരുണാകരൻ്റെ മകൾ എന്ന രീതിയിലുള്ള കുറേ വോട്ടുകൾ ഇവയൊക്കെ സ്വാധീനിക്കും എന്നാണ് പറയുന്നത്. 10 സീറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ LDF തന്നെ ഭരിക്കാൻ സാധ്യത കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതാണ് അവരുടെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. ഈ നേട്ടങ്ങളുടെ ഇതിൽ കേരളത്തിൽ തൂത്തു വരും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നല്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാതെ വിജയം LDF നേടും. ഇവിടെ പത്മജ വേണുഗോപാൽ ജയിക്കുമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പത്മജ വേണുഗോപാൽ ഒരിക്കലും ജയിക്കില്ല. കാരണം ക്രിസ്ത്യൻ മേഖല 22 എണ്ണം ഉണ്ട്. ക്രിസ്ത്യൻ മേഖല 22 വാർഡുണ്ട്. അതിലൊന്നും അവൾക്ക് കിട്ടില്ല. അവൾ ഹിന്ദു മേഖലയിൽ കുറച്ച് വോട്ട് പിടിക്കും. എന്തായാലും ഇവിടെ LDF തൂത്തു വരും, ഗ്യാരണ്ടി. ഇവിടെ ലീലാകൃഷ്ണ കേട്ടോ 13 സീറ്റിൽ ഇത്തിരി പിടുത്തമുള്ളത് ചാലക്കുടി മാത്രമല്ലോ, ബാക്കിയൊക്കെ LDF ആണ്. ശരി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കേരളം പിണറായി വിജയൻ തന്നെ വീണ്ടും ഭരിക്കും? 3ാമത്തെ ഷുവർ 7 നിലയിൽ എഴുതിക്കാം, ധൈര്യമായിട്ട് എഴുതി വയ്ക്കാം. പിണറായി എന്ന് പറഞ്ഞെങ്കിൽ അയാളെക്കാളൊരു നേതൃത്വ പാഠവും പരിപാടികൾ നടത്താനുള്ള കഴിവുള്ള ഒരു നേതാവ് ഇനി കേരളത്തിലില്ല. വരുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് മോദിയെ കുറിച്ച് ചോദിച്ചാൽ എന്താ പറയും? മോദി പറച്ചിലും മാത്രമല്ലോ, സത്യത്തിൽ 10 പൈസക്കാരില്ല. ഒരു കേരളം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നുള്ള കണക്കാക്കാതെ വലിയ വീരവാദ്യം പറഞ്ഞു പോകുന്ന ഒരു നേതാവാണ് മോദി. ഒരു പൈസക്കാരില്ല. 10 പൈസക്കാരില്ല. 10 പൈസക്കാരില്ല. ഇപ്പൊ കോൺഗ്രസിലെ ഇപ്പൊ UDF വരുവാണെന്ന് ചോദിച്ചു. UDF വരുവാണെങ്കിൽ സ്വപ്നം കാണാൻ പറ്റുന്ന മാത്രമുള്ള സഹോദര, സ്വപ്നം കാണാൻ മാത്രമേ. ഇപ്പം തന്നെ അടി തുടങ്ങിയല്ലോ. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിനെ സംബന്ധിച്ച്? മുഖ്യമന്ത്രി ആവില്ല, അവർ തല്ലൂടാല്ല. അവർക്ക് അതുവരെ സ്വപ്നം കാണാൻ അവർക്ക് അധികാരമുണ്ടല്ലോ. വോട്ട് പൊട്ടിക്കുന്ന ഒരിക്കലും അവർ കയറില്ല. അത് കയറേണ്ടി വരും. തൃശ്ശൂരിൽ ഒരു MLA ഭാഗ്യത്തിന് കിട്ടിങ്ങായി, വേറെ ഒരു ആളെ കിട്ടില്ല. പെർഫോമൻസ് നോക്കുമ്പോൾ 98 ആളാണ് ഇടതുപക്ഷത്തിൻ്റെ MLA-മാർ. ഈ 90 റാങ്കിൽ LDF-ൻ്റെ എല്ലാ MLA-മാരും പെട്ടു. 2-3 ആൾക്കാരെ, ഒന്ന് ബാലേന്ദ്രൻ, ഒന്ന് മുരളി പെരുന്നെല്ലി ഒഴിച്ച് ബാക്കി എല്ലാവരും 90-ന് മുകളിലാണ്. കോൺഗ്രസിന് ലീഗിൻ്റെ MLA-മാരെ പെർഫോമൻസ് നോക്കുമ്പോൾ ആകെ 117 കിടക്കണം ഓരോരുത്തർ. മനസ്സിലായ ചിലർ റാങ്ക് പങ്കിട്ടുണ്ട്. അത് കാരണത്തിൽ ഒരിക്കലും ഈ MLA-മാരുടെ പെർഫോമൻസിൽ 2% വോട്ട് LDF-ന് 100% കിട്ടും ഒരു അസംബ്ലിയിൽ. ഇപ്പോൾ സജി ചെറിയാനെ ജയിക്കുന്നു പറഞ്ഞ മാതിരി MLA-മാരുടെ വോട്ട് ഇവർക്ക് കിട്ടും. ആർക്ക്? അത് LDF-ന്റെ 98. കാരണം അവരുടെ ഓരോ മണ്ഡലങ്ങളിലും അവരുടെ പെർഫോമൻസ് വെച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അത് 2% വോട്ട് കിട്ടും. അപ്പോൾ തന്നെ 8,000 മതി ജയിക്കാൻ. 8,000 വോട്ടായി. 4,000 ഇങ്ങോട്ടും പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയ വ്യത്യാസമല്ലേ? അല്ല, 4,000 വോട്ടിൽ ഭൂരിപക്ഷത്തിൽ 30 അസംബ്ലി 35 അസംബ്ലി ഉണ്ട്. എന്തായാലും ഇവിടെ പത്മജി ജയിക്കില്ല. ആര് 2ാം സ്ഥാനം വരും? 2ാം സ്ഥാനം വരും, 1ാം സ്ഥാനം പറ്റില്ല. പത്മജ വേണുഗോപാലിന്റെ സാധ്യതയുണ്ടോ? തോറ്റിട്ടുള്ള ആളാണ്, അറിയാലോ. പക്ഷേ ഇപ്പം BJP കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി ജയിച്ച മണ്ഡലമാണ്. ഓക്കെ. അപ്പോൾ ആ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോകും? ആ ഒരു
പത്മജിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അച്ഛൻ്റെ പേരിലുള്ള കുറേ ആരാധകരുടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? മകനും പെങ്ങളും ഒക്കെ, അല്ലെങ്കിൽ പത്മജിയും മുരളിയൊക്കെ മുന്നേ നിന്ന് തോറ്റു പോയതാണല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ട്രെൻഡ് എനിക്ക് തോന്നണത് ശരി. കേരളത്തിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ വരും. UDF ആയിരിക്കും അല്ലേ? UDF യാതൊരു മാറ്റമില്ല. UDF വന്നാൽ പണിയാവുക. ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? ഇതിപ്പോൾ ആ സമയത്ത് അവർ തീരുമാനിക്കും. എന്നാലും ഇപ്പം തന്നെ രമേശ് ആകുമോ, സതീശൻ ആകുമോ? അല്ല, അർഹത പുള്ളിക്കാം അല്ലേ? കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചു, അങ്ങനെയുള്ള ഒരു ഇമേജ് ആളുണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതാണ് പറഞ്ഞത്. പക്ഷേ ഈ മതജാതികളെ പ്രീണിപ്പിക്കാൻ പുള്ളി പോകുന്നില്ല എന്നുള്ളത് നല്ല ക്വാളിറ്റി അല്ലേ? തീർച്ചയായിട്ടും വലിയൊരു ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റിയാണ് ഉറപ്പായിട്ടും. അത് പുള്ളിക്ക് ദോഷമാകുമെന്നുള്ളതാണ്. പുള്ളി കഴിഞ്ഞ വർഷം മന്ത്രിയാകാതിരുന്നത് NSSന്റെ ഒറ്റ വാശിക്കാണ്. ഇതിലെ ആള് എന്തായാലും സ്കോർ ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മറ്റേ വടക്കംപറവൂർ സർവേ നടത്തിയിരുന്നു. 90% ആൾക്കാർ പറഞ്ഞു VD സതീശന്. അപ്പോൾ ഞാനതാ പറഞ്ഞ 50,000 വോട്ടിന് മുകളിൽ പോലും. പറവൂർ നോക്കണ്ട, ഓൾ കേരള നോക്കിക്കോ, സതീശനായിരിക്കും ഇമേജും. ഈ സതീശൻ വന്നാൽ ഈ ഇപ്പോഴത്തെ LDFന്റെ ഭരണത്തിലെ അഴിമതി പൊക്കിക്കൊണ്ടുവരും എന്ന് വിചാരമുണ്ടോ? അതൊക്കെ ഉണ്ടാവും. അത് പക്ഷേ ഇപ്പം നമുക്ക് ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കാം. രമേശിനെ നോക്കിയാൽ രമേശൻ വഴങ്ങി കൊടുക്കും, വേറെ വേറെ എല്ലാവരും വഴങ്ങി കൊടുക്കും. പക്ഷേ സതീശൻ അങ്ങനെയല്ല. ആള് സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും, മുന്നോട്ട് പോകും. പക്ഷേ മുസ്ലിം ലീഗിന് ഇഷ്ടപ്പെട്ട കഥാപാത്രമല്ല സതീശൻ. അതെ, അങ്ങനെയുണ്ട്. അതെനിക്ക് തോന്നണില്ല. എന്തായാലും കുഞ്ഞാലിക്കുട്ടി സാറൊക്കെ PK കുഞ്ഞാലിക്കുട്ടി എല്ലാവരുമായിട്ട് ഭയങ്കര ഇതാണുള്ള ആള്, മിംഗ്ലിംഗ് ആണല്ലോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. മോദിയെ കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചതെന്ന് പറയും. ഇപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് BJPക്ക് വോട്ട് ചെയ്തത് ഈ പാർലമെന്റ് ഇലക്ഷനാണ്, സുരേഷ് ഗോപിക്ക്. എന്നാൽ പത്മജിക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ അത് വലിയ കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ചേട്ടൻ ഈ 60 വയസ്സിനുള്ളിൽ ആദ്യമായിട്ട് ചെയ്തതാണ് ഞാൻ. താമരയ്ക്ക് ചെയ്തു, പക്ക കോൺഗ്രസ് ആണ്. എന്നിട്ട് ചെയ്തു. പക്ഷെ അതുപോലെ ഇപ്പം ആ ഒരു വികാരമല്ല ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നു. പത്മജിക്ക് തോന്നുന്നില്ല. അതാണ് വോട്ടിന്റെ നിലവാരങ്ങളും അറിയുന്നതാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം കൂടി ഉണ്ട്. ആളും കോൺഗ്രസ് ആളായിരുന്നല്ലോ, എന്നിട്ടാണല്ലോ BJPക്ക് പോയത്. അതിന്റെ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നല്ല. ഒരു സംശയമില്ല, രാജമ്പല്ലം ജയിക്കും. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം BJP തേരോടിയ സ്ഥലമാണ്, അതുകൊണ്ട് പത്മജ ജയിക്കുമെന്നൊക്കെ ആൾക്കാർ പറയുന്നത് ശരിയാണോ? ആളുകൾക്ക് എന്ത് വേണേ പറയാലോ. അതൊന്നും ഇവിടെ ഒരു സംശയമില്ല, രാജമ്പല്ലം ജയിക്കും, UDF ജയിക്കും. കേരളത്തിലെ സ്ഥിതി എങ്ങനെ? LDF ഒന്നും പക്ഷ തൊടില്ല ഇതാണ്. ബംഗാൾ ആവർത്തിക്കും. ഇവിടെ ബംഗാളിൽ എന്താണ്ടായി? 25 കൊല്ലം CPM ഭരിച്ചിട്ട് എന്തുണ്ടായത്? അതന്നെ ഇപ്പോൾ പിണറായി വിജയൻ 2 ദിവസം മുന്നേ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ചെറ്റ, അങ്ങനത്തെ 2 സ്റ്റേറ്റ്മെൻ്റ് കൂടി കൊടുത്താൽ ഫിനിഷായി. വീട്ടിൽ പോയി ചോദിച്ചാൽ പറഞ്ഞു. അത്ര 2-3 സ്റ്റേറ്റ്മെൻ്റ് കൂടി ആൾ നടത്തിയാൽ ഭംഗിയാവും കൊടുത്ത കാര്യങ്ങൾ. ഈ ഇവിടെ പൊതുവെ പറയാറുണ്ട്, എൻ്റെ മണ്ഡലത്തോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ MLA-മാർ അദ്ദേഹത്തെ ഒഴിവാക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് ഒഴിവാക്കണല്ലേ, അത് ബുദ്ധിനെ. ഇപ്പം എന്താ വെച്ചാൽ ആളെ അവിടേക്ക് വരുത്തിച്ച് ഏതെങ്കിലും ഒരു യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ആളുടെയും കൂടി പണി കഴിയും. അപ്പം അതുകൊണ്ട് വരുത്തില്ല, വരുത്താണ്ടിക്കുള്ള ബുദ്ധി. ഇവിടെ തന്നെ സ്ഥിതി കണ്ടില്ല, ആണോ അല്ല പെണ്ണല്ലാത്തൊരു സ്ഥാനാർത്ഥി CPI-കാർക്ക് തന്നെ അറിയില്ല. അതിപ്പോൾ പേയ്മെൻറ്റ് സീറ്റാണ്, യാതൊരു സംശയമില്ല. ഇത് പിന്നെ UDF വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? അതൊക്കെ 2 ദിവസത്തിനുള്ളിൽ തീരുമാനമാവുന്ന ഇതിൻ്റെ ലീഡർഷിപ്പിൽ കൊടുത്ത ആള് സച്ചിൻ പൈലറ്റ് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കമാൻഡ് 2 ദിവസം ഭൂരിപക്ഷം കിട്ടി റിസൾട്ട് വന്നതിൻ്റെ 2 ദിവസത്തിനകം തീരുമാനമാവും. ഏതായാലും ചേട്ടൻ കഥറൊക്കെ ഇട്ടോളാം, ചേട്ടൻ അറിയാം ആരാണ് സാധ്യത. ഞങ്ങളത് പറയില്ല, ഞാൻ ഒരിക്കലും പറയില്ല. ആര് വന്നാലും അച്ചടക്കമുള്ളൊരു കോൺഗ്രസ് പ്രവർത്തനം, ആ പ്രവർത്തനം നൽകി ആര് വന്നാലും അവരെ നമ്മൾ നെഞ്ചത്തോട് ചേർത്ത് വെക്കുക. അതാണ് മോദിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു തമാശക്കാരൻ, അതിനെക്കുറിച്ച് വേറെ എന്താ പറയാനുള്ളത്? എല്ലാവരെയും ED-നെ വെച്ച് പേടിപ്പിച്ച് കാര്യം നടത്തും. എവിടെ ചെന്നാലും ഏറ്റവും കുറഞ്ഞ എൻ്റെ ഏറ്റവും അടുത്തൊരു ഉദാഹരണമല്ല, എനിക്കറിയാം, ഏറ്റവും നേരിട്ടറിയുന്നൊരു കാര്യമാണ്. ഇപ്പം അടുത്ത് ഒരു വ്യാപാരിനെ അല്ലെ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളെ ED-നെ വെച്ച് പേടിപ്പിച്ചിട്ട് 50 ലക്ഷം രൂപ സെറ്റിൽമെൻറ്റ് മേടിച്ചു. 50 ലക്ഷം രൂപ ഒരു മാസം അതിൻ്റെ ആവില്ല. പാർട്ടിക്കാർ വാങ്ങിച്ചോ? അല്ല, ED മേടിക്കണം. അത് ആർക്ക് കൊടുക്കണ 50 ലക്ഷം രൂപ എനിക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ആളെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ആൾ സുഖമായിട്ട് ഇപ്പോൾ ദുബായിൽ ഇവിടെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ
ഇതാണ് സ്ഥിതി. ഇപ്പം പിന്നെ നിങ്ങൾ കെ സുധാകരൻ കണ്ണൂരിൽ ത്രിവർണ്ണ പതാക പറപ്പിക്കാൻ പറ്റാത്ത സമയത്ത് പറപ്പിച്ച ആളാണ്. എല്ലാ നൂലാമാലകളും മാറ്റി വെച്ച് സുധാകരൻ ഒരു സീറ്റ് കൊടുക്കേണ്ടതല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഇനി അവസാനത്തെ ഇലക്ഷൻ ആകാം, കാരണം അദ്ദേഹത്തിന് പ്രായാധിക്യം വരുന്നു. ഇപ്പൊ ഈ സമയത്ത് കൊടുക്കേണ്ടതായിരുന്നില്ലേ? വലിയ അതിന്റെ ആവശ്യം. നല്ല പൊസിഷനിൽ MP ആണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിന് അവിടെ പറഞ്ഞ 7 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കൂടി ബാധിച്ചത്. 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലെ കൂടി ബാധിക്കും. അത് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം ഉചിത. ഇവരൊക്കെ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ ഇവരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിൽക്കാനല്ല, പേപ്പർ കൊണ്ട് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ വല്ല പ്രതീക്ഷയുള്ളൊരു യുവ നേതാവായിരുന്നു. നല്ല ശക്തനായ ഇപ്പോഴും പിണറായിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരാളാണ്. അതാണ് അദ്ദേഹത്തെ MLA ആകുന്നതിന് മുമ്പേ സംഭവിച്ചൊരു പിഴവിന് അത്തരം കടുത്ത ശിക്ഷ കൊടുക്കണമായിരുന്നു. ഇത്തരം കേസുകളിൽ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിനെ മാറ്റി നിർത്തി. എന്താ കാരണം? നല്ല എനിക്കൊക്കെ നല്ല ആത്മവിശ്വാസം, നല്ല താല്പര്യമുള്ള ഒരാളായിരുന്നു. വളർന്നു വരേണ്ട ഒരു യുവ നേതാവ് തന്നെയാണ്. എന്താ ചെയ്യുക, ആളുകളുടെ എന്താ കയ്യിൽ കൊണ്ടുവരുത്തി വയ്ക്കുന്ന ഓരോ ദോഷം. ജനപ്രതിനിധികളെ കുറച്ച് മാന്യത പാലിക്കേണ്ടതുണ്ട്. അതൊരു പാഠമാണ് ഇനിയും വരുന്ന യുവാക്കൾക്ക്. അതൊരു പാഠമാണ്. നമ്മൾ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അസംബ്ലിയിലേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ അല്ലെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഒരു മാന്യത എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അത് പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനത്തിന് ഒരു സംശയം. ഇപ്പം എല്ലാവരും എടുക്കുമല്ലോ. അവർക്ക് ആരെടുത്താലും കുഴപ്പമില്ല, ആളൊന്നും മോശക്കാരല്ല. ഇപ്പോൾ ഇവിടെ എന്താ പറയുക, പാലക്കാട് മത്സരിച്ചോണ്ട് സരീൻ, അങ്ങനെ ആരും അവിടേക്ക് ചെന്നാലും നല്ലതാണ്. അവിടുന്ന് പുറത്തേക്ക് ഒരാൾ വന്നാൽ അവരൊക്കെ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഇത് മോശമല്ലേ? എന്ത് ഭാഷയൊക്കെ ചെറ്റത്തരം കാണിച്ചു പോണോ? അയാൾക്ക് താല്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ നിൽക്കാനോ ആയിട്ട് മാറി, അതൊക്കെ സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും നിത്യശത്രുക്കളില്ല. രാഷ്ട്രീയത്തിൽ പറയുന്നത് അങ്ങനെ നിത്യശത്രുക്കളില്ല. ശത്രുവാകും, നാളെ മിത്രമാവും. അതാണ് അംഗീകരിക്കേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ പറഞ്ഞ വാക്കാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് പ്രേമചന്ദ്രനെ കുറിച്ച് പറഞ്ഞു. എന്തുണ്ടായ അല്ലല്ല, അച്ഛനെ വിളിച്ച് ആളെ പരന്നാറിയാ. പരന്നാറി ഓരോരുത്തർക്കും പുള്ളിയൊക്കെ പേരിടുക. പേരിടുമ്പോൾ പുള്ളി അവിടെ അല്ലാണ്ട് വേറെ സ്ഥലത്ത് മത്സരിക്കട്ടെ. ഈ പറഞ്ഞ സ്ഥലത്ത് കണ്ണൂരും അങ്ങനെ അവിടെ അല്ലാണ്ട് വേറെ സ്ഥലത്ത് മത്സരിക്കാൻ ധൈര്യം കാണിക്കാൻ പറ്റും. ഇവിടെ കരുണാകരൻ മത്സരിച്ച് മാറി വേറെ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ചാലോട്. ഞാൻ 2 സ്ഥലത്ത് മത്സരിച്ച് ജയിച്ചല്ലോ. ഗ്രാമങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് മത്സരിക്കാൻ തയ്യാറാണ്. ഇവിടെ തൃശ്ശൂർ സ്ഥിതി എങ്ങനെയാണ്? തീർച്ചയായിട്ടും രാജമല്ലൻ ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. പത്മജ വേണുഗോപാൽ സ്വപ്നം കാണുകയാണ്. ആ ഒരു സ്വപ്നമാണ്. കാരണം സുരേഷ് ഗോപിയെ ജയിപ്പിച്ച മണ്ഡലമാണ്. കരുണാകരനെ ആരാധിക്കുന്നവരുടെ കുറെ വോട്ട് കിട്ടും. സുരേഷ് ഗോപിക്ക് പേഴ്സണലായിട്ട് അയാളുടെ കുറെ വോട്ടുകൾ കിട്ടിയല്ലോ, അതുകൊണ്ടാണ്. അതൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇവർക്ക് കൂടുതൽ മൈനസ് ഉണ്ടാവാണെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. കോൺഗ്രസിൽ നിന്ന് എല്ലാ സ്ഥാനങ്ങളും മേടിച്ച് ആ അച്ഛൻ്റെ മോളായിട്ട് നടന്നു വന്നുള്ളതാണല്ലോ. വേറെ പ്രത്യേകിച്ച് പാർട്ടി ഒതുക്കപ്പെട്ടില്ലേ ശരിയായിട്ട്? പാർട്ടിയിൽ വേണ്ടത്ര അംഗീകാരം ഇതിലും വലിയ അംഗീകാരം എന്താ കൊടുക്കാനുള്ള? എത്ര തെരഞ്ഞെടുപ്പ് അവർ മത്സരിച്ചു, ജയിക്കാത്തത് ആരുടെ കുറ്റം? പാർട്ടിയുടെ കുറ്റാണോ? ജയിക്കാത്തത് എന്തുകൊണ്ടോ അവർ ജയിക്കുന്നില്ല. അതിപ്പോൾ പാർട്ടിയുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചാൻസ് കൊടുക്കാണ്ടിരുന്നിട്ടില്ല. KTDCയിൽ പിന്നെ ചെയർമാൻ സ്ഥാനം കൊടുത്തതല്ലേ, എല്ലാം കൊടുത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. സംഭവിക്കാമെന്ന് പറയാം. കേരളം LDF UDF ഉറപ്പായിട്ട് UDF അല്ലേ. ഇനി ഇതുപോലൊരു സാഹചര്യം ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ വിട്ടുപോലെ പ്രധാനപ്പെട്ടവരാണ്. പടൂര് ആ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ്, അവര് ലേഡി, അവര് രാജിവെച്ച് പോകുന്നില്ലേ? അതൊക്കെ അവിടുത്തെ അഴിമതി പറഞ്ഞിട്ടാണ് പറയണേ. ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ എന്താണ് അവിടുത്തെ രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച ഫണ്ടിന്റെ കണക്കില്ല. അതാണേ മാർക്സിസ്റ്റ് പാർട്ടി പോലത്തെ ഒരു പാർട്ടി നമുക്കൊക്കെ അത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അവിടെയൊക്കെ ക്ലിയർ ആയിട്ട് അതിന് റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമെന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. ജി സുധാകരൻ അദ്ദേഹത്തിനെ പോലെ ഒരു ലീഡർ കേരളത്തിലുണ്ടോ?
അഴിമതിയില്ല. അഴിമതിയില്ല. അദ്ദേഹം പിന്നെ ആ പൊതുമരാമത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പാർട്ടി വേറെ ആണെങ്കിലും നമ്മുടെ മനസ്സാ ഇഷ്ടപ്പെടാം. അതെ അതെ അതെ, നല്ല മനുഷ്യനല്ലേ. അതുപോലെ അദ്ദേഹത്തിനൊക്കെ ഇതുപോലെ അദ്ദേഹത്തിനെതിരുണ്ടായ പ്രയോഗങ്ങളൊക്കെ അല്ല, അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. ആ വ്യക്തിത്വം കൊണ്ടാണോ കോൺഗ്രസ് അദ്ദേഹത്തെ പിന്താങ്ങാമെന്ന് തീരുമാനിച്ചത്? ആ നിലപാടുകളും ഉണ്ടാവുമല്ലോ. നിലപാടുകളും നമ്മൾ നോക്കിയിട്ടല്ലേ. അത് നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഉണ്ടല്ലോ. ഇന്നിപ്പോൾ സഖാവ് കൃഷ്ണപിള്ളയുടെ കാര്യമൊക്കെ ഇന്നിപ്പോൾ ടി വികളിൽ കാണാനുണ്ട്. ആ കാര്യത്തിലൊക്കെ ഒരു നിലപാടെടുത്ത ആളാണ്. പക്ഷെ പാർട്ടി ഒരു അന്വേഷണമൊന്നുമില്ല. ആരാ സഖാവ് കൃഷ്ണപിള്ള? സ്ഥാപക നേതാവിൽ പെട്ട ഒരാളല്ലേ. അതിനെ കുറിച്ച് സംശയിക്കുന്ന. അതെ 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 അതെ. അപ്പൊ അങ്ങനെ രാഷ്ട്രീയം വിട്ടിട്ട് മോദിയെ കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചാൽ? മോദിയെ കുറിച്ചിട്ടൊന്നും നമുക്ക് ഒരു നല്ല അഭിപ്രായം പറയാനില്ല. അത് പാർട്ടി, നമ്മളൊരു പാർട്ടി വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമല്ല, പൊതുവിൽ അദ്ദേഹം ഒരു വലിയ വിജയം എന്ന് പറയാനായിട്ട് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച അടിത്തറയല്ലേ. കോൺഗ്രസ് മൻമോഹൻ സിംഗ് പേരെടുത്ത് പറയണം. നമ്മുടെ ഈ ലോകം മുഴുവൻ ഈ പറഞ്ഞ പോലെ ആ റെസിഷനിലൊക്കെ പെട്ടുപോയപ്പോൾ നമ്മൾ ഇന്ത്യ പിടിച്ചു നിന്നില്ലേ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് ഇത്രയധികം ജനങ്ങളുള്ള സ്ഥലം നമുക്കത്ര സാമ്പത്തിക ഭദ്രതയില്ലാത്തൊരു സ്ഥലത്തൊക്കെ പിടിച്ചെടുക്കാൻ പറ്റിയത് അപ്പോൾ അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘദൃഷ്ടിയാണ്. ആ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടാക്കി വെച്ച ആ അടിത്തറയമ്മ നിന്നിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ എന്ന് പറയുന്ന ആ ഒരു രീതി മുഴുവൻ ശരിയല്ല എന്നുള്ളതാണ്. കണ്ണൂരിന്റെ സിംഹം എന്ന് നിങ്ങൾ വിളിക്കുന്ന സുധാകരൻ ഒരു സീറ്റ് കൊടുക്കേണ്ടതല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രായം ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. അല്ല, അതുകൊണ്ട് അതൊക്കെ അവർ സ്വയം ഒരു സംയമനം പാലിക്കേണ്ടത് തന്നെയാണ്. സംഗതി അദ്ദേഹത്തിനൊക്കെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർട്ടീനെ പിടിച്ചു നിർത്തി കാര്യങ്ങൾ ചെയ്തു. 2-3 വട്ടം വധഭീഷണി നേരിട്ടു, കാര്യങ്ങളുണ്ടായി, ഒക്കെ ഉണ്ടായി. വധശ്രമം, ഭീഷണിയല്ല. അപ്പം അതൊക്കെ ഉണ്ടായി, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന് കേരളം പോകുമ്പോൾ പൊതുവിലൊരു തീരുമാനം AICC പറയുമ്പോൾ അതിനോടൊക്കെ ചോദിച്ചു വേണം. അത് അവസാനം അദ്ദേഹം പറഞ്ഞല്ലോ. തിരിച്ചു വന്നു. വളരെ മാന്യമായിട്ട് അദ്ദേഹം വന്നുല്ലോ. അത് പുള്ളിയുടെ കൂടെ കണ്ണൂരെ ജനങ്ങളുണ്ടായിരുന്നു. പാർട്ടിയാണ് വലുതെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെറുതെന്നുള്ള കണ്ണൂർ എന്നുള്ള സീറ്റ് പിടിച്ചെടുക്കാൻ കഴിവുള്ള ആളായിരുന്നു. ഇപ്പോൾ അത്രയും ഗ്യാരണ്ടി ഉണ്ടോ? ഉറപ്പായിട്ട് കിട്ടുമെന്നാ പറയണേ. അപ്പം അദ്ദേഹം വിനോദിൻ്റെ കൂടെ ഒന്നിച്ച് ഇറങ്ങിയല്ലോ. ഇറങ്ങി കാര്യങ്ങൾ ചെയ്തു, അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. പിന്നെ ഒരിക്കലും സുധാകരനെ പോലത്തെ ആളൊന്നും പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു പണിക്ക് പോവില്ല. അതാണ്. അതൊന്നും ഒരിക്കലും അങ്ങനത്തെ ആളുകളൊന്നും അതൊന്നും ചെയ്യില്ല. ഒരു സർവേ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത എന്നറിയാമോ? എവിടെയാ സ്ഥലം? എൻ്റെ ഓട്ടൊക്കെ വാടാനപ്പള്ളി. കേരളം ആര് ഭരിക്കും? അതും അറിയില്ല. LDF ആണോ UDF ആണോ? ഞാൻ LDF ആണല്ലേ. അപ്പോൾ LDF ഭരിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്? അല്ല, എൻ്റെ വിശ്വാസമല്ല. അതെയാണ്. അപ്പോൾ പിന്നെ പിണറായിയുടെ ഭരണത്തെക്കുറിച്ച്? അല്ല, ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. അദ്ദേഹം തന്നെ വീണ്ടും വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടെ പത്മജ വേണുഗോപാലൊക്കെ മത്സരിക്കുന്നുണ്ട്. ആരെങ്കിലും തിരക്കിയോ? അതൊന്നും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പക്ഷേ BJP കുറേ വോട്ട് പിടിച്ചതാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ. ആയിരിക്കാം. പത്മജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലീഡറുടെ മകളല്ലേ. അപ്പോൾ മൂപ്പരെ കുറിച്ച് ഞാൻ ഇത് പറയണല്ലോ. എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു പരിചയമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ലീഡറുടെ മകൾ എന്നുള്ള എനിക്ക് പിന്നെ ഇങ്ങനെ ചേഞ്ച് ആകുമ്പോൾ ജനം ബുദ്ധിയാവില്ല. ഇതിങ്ങനെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവോ? ഇത്രയും നാളെ എതിർത്ത പക്ഷിയുടെ കൂടെ പോയി നിൽക്കുക. അതെ അതെ. അച്ഛൻ എന്തിനു ലീഡറാണ്. അപ്പോൾ അതെങ്ങനെ ചിന്തിക്കണ്ടേ? അപ്പോൾ എന്ത് മാനം വിട്ടിട്ട് ജീവിക്കണം. ഇപ്പം ശരിയായിട്ടും പിന്നെ K. മുരളീധരനെയാണോ പത്മജയാണോ കൂടുതൽ ഇഷ്ടം? അല്ല, മുരളീധരൻ പിന്നെ കുഴപ്പമില്ല. പത്മജ ചെയ്ത് വളരെ മോശമാണ് എന്നുള്ള എൻ്റെ അഭിപ്രായം. ഏത് പാർട്ടിയിലായാലും അങ്ങനെ ചതി കാണിക്കരുത്. അപ്പോൾ പിന്നെ അതിലൊന്ന് വിശ്വാസം. അതാണോ നിങ്ങൾ സുധാകരനോടുള്ള എതിർപ്പ് തന്നെ? ഇല്ലല്ല, സുധാകരനോടുള്ള അങ്ങനെയുള്ള എതിർപ്പൊന്നുമില്ല. കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റിനോടും അങ്ങനെ എതിർപ്പൊന്നുമില്ല. അല്ല, ആലപ്പുഴയിൽ സുധാകരൻ പാർട്ടിയിൽ നിന്ന് മാറി സ്വതന്ത്രനായിട്ട് നിൽക്കുന്നു. അദ്ദേഹം നല്ലൊരു പ്രവർത്തകനല്ലോ. ചെറുപ്പം മുതൽ ഒരു പ്രവർത്തകൻ. അപ്പം തീർച്ചയായിട്ടും LDF വരും എന്ന പ്രതീക്ഷ. അങ്ങനെ നടക്കട്ടെ. അല്ല, അങ്ങനെ വന്നാലേ ശരിയാവുള്ളൂ. അല്ല, ഈ 10 വർഷത്തെ മുഴുവൻ നശിപ്പിക്കുമാർ. നശിപ്പിക്കണം മാത്രമല്ല, അത് അതിൽ വേറെ ബുദ്ധിമുട്ടുകളുണ്ട്. വർഗീയത ചൊയകളുണ്ടായാൽ മനുഷ്യന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് പറയാനുള്ളൂ.
വർഗീയതാണ് ഇവിടെ വിഷയം. വർഗീയത ഇല്ലാതിരിക്കുന്നത് LDF തന്നെ. അല്ല ഇപ്പം UDF വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം. അതെ 5 മന്ത്രിസ്ഥാനം ചോദിച്ചവർ 19 മന്ത്രിമാർ 19 MLA-മാരുണ്ടെന്ന് 5 മന്ത്രിസ്ഥാനം ചോദിച്ചു. ഇപ്പോൾ 27 സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം 7 മന്ത്രിസ്ഥാനം ചോദിക്കത്തില്ലേ? ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കത്തില്ലേ? ചിലപ്പോൾ 2.5 വർഷം കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിരിക്കണമെന്ന് പറയത്തില്ലേ? അങ്ങനെ ഒരു ഭരണം വന്നാൽ ബി ജെ പി റോക്കറ്റ് പോലെ കൊതിക്കത്തില്ലേ ഇവിടെ? ഇതിനൊക്കെ പിടിച്ചു നിർത്താൻ LDF-നെ കഴിയുമെന്നാണ് ചേട്ടൻ പറയുന്നത്. LDF-നെ കഴിയും. ഈ വർഗീയതയെ പിടിച്ചു നിർത്താൻ പിടിച്ചു നിർത്താൻ LDF-നെ പറ്റും, കഴിയും. ഈ കേരളമായിട്ട് അല്ല, കേരളത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത ഇപ്പോൾ വടക്കേന്ത്യയിലൊക്കെ ഞങ്ങൾ കുറേ പോയി ജീവിച്ചുള്ളതാണ്. വടക്കേന്ത്യയിൽ അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് LDF-ഉള്ളവരാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ വർഗീയത കുത്തിപ്പോകുന്നത്. അല്ലെങ്കിൽ വർഗീയത ചോയ വരും. ഞങ്ങളൊക്കെ നാട്യവർഗയിലുള്ള ആൾക്കാരാണ്. നാട്യവർഗം തന്നെയായിരുന്നു കണ്ടമാനം LDF ഉള്ളത്. ഇപ്പൊക്കെ പല പണ്ടത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. അല്ല, അത് ഞാൻ പറയാം വ്യക്തിപരമായിട്ട്. ഞങ്ങളുടെ ചാനൽ ഇതാ, മൊബൈൽ ഉണ്ടല്ലേ കാണാൻ പറ്റൂ. എൻ്റെ മക്കളോട് പറയാം. ശരി എന്നാ. ഇപ്പോൾ ഇതിൽ പകരണ ഇതിൽ പകരുമോ? പകരും. അയ്യോ, കറക്റ്റല്ലേ പറഞ്ഞത് മൊത്തം? ഞാൻ പെർഫെക്റ്റ് ആണല്ലോ. വ്യക്തിപരമായ കാര്യമുണ്ടോ? വ്യക്തിപരമായ കാര്യം ഒരു കോൺഗ്രസ് ജയിക്കാനേ വഴി. കോൺഗ്രസ് ജയിക്കാനാണ്. ഇപ്പം പത്മജ വേണുഗോപാൽ സ്വപ്നം കാണുന്നുണ്ട്. ഒന്നുമില്ല, ആൾക്കാർ പറയണത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കാണ്ടല്ലോ ഇവിടെയല്ല, ഞാൻ വല്ലൂരാ. പക്ഷേ കേരളം ആര് ഭരിക്കും? അറിയില്ല. LDF ആയിരിക്കോ UDF ആയിരിക്കോ? അത് അറിയില്ല, ഏതാന്നുള്ളത് കറക്റ്റ് അറിയില്ല. മോദിയെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ എന്താ പറയും? നല്ല ആളാ, കുഴപ്പമില്ല, വരണോണ്ട് കുഴപ്പമില്ല. പക്ഷെ വരാനുള്ള ചാൻസ് കുറവാണ്. BJP എത്ര സീറ്റ് കേരളത്തിൽ പിടിക്കാൻ സാധ്യതയുണ്ടോ? 5 സീറ്റ് വേണമെങ്കിൽ കിട്ടിയേക്കാം. ഉറപ്പൊന്നുമില്ലട്ടോ. നിങ്ങൾ ഏത് മണ്ഡലമാണ്? ഞങ്ങൾ ഒല്ലൂർ ആര് ജയിക്കാൻ സാധ്യത? രാജ്യം ജയിക്കാനാ വഴി. രാജ്യം നല്ല മന്ത്രിയായിരുന്നു. കുഴപ്പമില്ല, ആൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ആളാണ്. തൃശ്ശൂർ ആര് ജയിക്കാനാ സാധ്യത? രാജ്യം ജയിക്കാനാ സാധ്യത. ഇവിടെ മറ്റു മണ്ഡലത്തിൽ പത്മജ വേണുഗോപാലിന്റെ കാര്യം എങ്ങനെയാണ്? അവർ മുമ്പ് ഇവിടെ മത്സരിച്ചിട്ടുള്ളതാണ്. ഇവിടെ സാധ്യത കൂടാനൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം BJP തേരോടിച്ച മണ്ഡലമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആ വോട്ടുകൾ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അത് കിട്ടാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം ഇന്ത്യയിലെയും ഗൾഫിലൊക്കെ മാറിയത് കൊണ്ട് BJPക്ക് പൊതുവെ അത്ര അനുകൂലമായൊരു നിലപാടുണ്ടാവാൻ സാധ്യത കുറവാണ്. കേരളം ആര് ഭരിക്കും? LDF UDF? ഇന്നത്തെ സ്ഥിതിക്ക് അത് ഇപ്പം കൃത്യം പറയാൻ പറ്റില്ല. അല്ല, ഇപ്പോൾ തൂക്കൊരു മന്ത്രിസഭ വരാൻ സാധ്യത ഉണ്ടോ? പണ്ടത്തെ പോലെ 1-നും 2-നും ഒക്കെ ഇടയ്ക്ക് ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ആരെങ്കിലും വരും. അങ്ങനെ വന്നാൽ അപകടം വരും. BJP ഒരു 10 സീറ്റ് പിടിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ BJP വിചാരിക്കുന്ന തലത്തിലേ ഭരണം പോത്തുള്ളൂ. രീതിയിലൊക്കെ മാറ്റങ്ങൾ വരാം. റിസ്ക് ഉള്ള കാര്യമാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ വലിയൊരു അംഗം കാണാം. ഈ കോൺഗ്രസ് ആണ് വരുന്നെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക സാധ്യത? സാധ്യത ഇപ്പം അവർ തമ്മിൽ ഈ പ്രശ്നങ്ങളായതുകൊണ്ട് അതിപ്പോൾ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. ആർക്ക് കിട്ടുന്നത്? അവർ തമ്മിലൊരു ഒത്തൊരുമയില്ല. അതെ. അതുകൊണ്ട് അവർക്ക് വോട്ടും കുറയും ആ രീതിയിൽ. പക്ഷെ അത് BJPയുടെ വളർച്ചയ്ക്ക് വല്ലാതെ വളമിടില്ലായിരുന്നു. ഇവിടെ ഇടതുപക്ഷത്തിന് ലീലാകൃഷ്ണൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി അത്ര സ്ട്രോങ് സ്ഥാനാർത്ഥി അല്ലാത്തത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. നേരത്തെ മത്സരിച്ച ബാലചന്ദ്രനും അത്ര ഫേമസ് സ്ഥാനാർത്ഥിയൊന്നും അല്ലായിരുന്നു ഇവിടെ. അതുകൊണ്ട് ലീലാകൃഷ്ണൻ അങ്ങനെ നിർത്തിയതാണെന്നൊന്നും പറയാൻ പറ്റില്ല. മോദിജിയെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ മോദിജിയുടെ ഇപ്പോൾ എഫിഷ്യൻസി കുറഞ്ഞു വരികയാണ്. അത് ഗ്ലാമർ കുറഞ്ഞു വരിക. ശരി. ഈ കെ സുധാകരന് ഒരു കണ്ണൂരിലെ സിംഹം എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കാൻ ബാധ്യത ഇല്ലായിരുന്നോ കോൺഗ്രസിന്? അതങ്ങനെ ഒരു എഗ്രിമെൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കണമായിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ MPമാരൊന്നും MLA പോസ്റ്റിലേക്ക് അന്ന് MP ആയിട്ട് മത്സരിക്കരുതായിരുന്നു. 2 ഇലക്ഷൻ ഒക്കെ നടത്തിയിട്ട് ജനങ്ങളുടെ കാശ് തന്നെയാണ് വേസ്റ്റ് ആവണം. അന്ന് വേറെ ആർക്കെങ്കിലും MP സ്ഥാനം കൊടുക്കാം. അതെ. അങ്ങനെ ഭാവിയിൽ മത്സരിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രതാപനൊക്കെ ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലോ. അതേമാതിരി രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് എന്താ അഭിപ്രായം?
കോൺഗ്രസിന് ശക്തനായ ഒരു നേതാവായിരുന്നു. ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ അദ്ദേഹത്തിന് ദോഷമായിട്ട് വന്നു. നിയമപരമായിട്ട് തെറ്റാണെങ്കിലും ജനങ്ങളത് അത്ര സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. നിയമപരമായിട്ട് ആൾ പറയണ മാതിരി ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ നിയമം മാത്രമല്ലല്ലോ ഇവിടെ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആൾ വളർന്നു വരുന്ന നേതാവിനെ ആൾക്കാർ ഒതുക്കിക്കളഞ്ഞു. ഇനി തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്ന് പറയാനും പറ്റില്ല. കേരളത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ് വരലാണ് ഏറ്റവും നല്ലത്. സാധ്യതയുണ്ട്. സാധ്യതയുണ്ട് ഇപ്പോഴും. ഇപ്പോൾ കോൺഗ്രസ് വരുന്ന ഈ മുഖ്യമന്ത്രി പദത്തിനുള്ള അടി കൂടുമെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് പരിഹരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അത് പരിഹാരം ഉണ്ടാവും. അല്ലാതെ പൊടി രണ്ട് പീസായിട്ട് കീറത്തക്ക രീതിയിലൊന്നും ആകത്തില്ല. അതൊന്നും ആവത്തില്ല. ഹൈക്കമാൻഡ് ഒരു കമാൻഡ് കൊടുക്കും. തീർച്ചയായും കമാൻഡ് ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും അതാണ്. അതെ. അല്ല, അതിപ്പം ഒരു ജനാധിപത്യ പാർട്ടിയിൽ അങ്ങനെ ആകാമല്ലോ അല്ലേ? അതങ്ങനെ ആകാം. കാരണം ഒരാളെ നിർദ്ദേശിക്കാനും ഒക്കെ പറ്റുമല്ലോ. തീർച്ചയായിട്ടും അതിനുള്ള കഴിവുള്ളവരാണ് അവർ. അധികാരത്തിന് വേണ്ടി ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതല്ല, ഇതര കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കെ സുധാകരൻ കണ്ണൂരിൻ്റെ ഒരു സിംഹം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് പ്രായം ആധിക്യമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സീറ്റ് കൊടുക്കേണ്ടതല്ലായിരുന്നില്ല. മറ്റെല്ലാ നൂലാമാലങ്ങളും മാറ്റി വെച്ച് ആയിരുന്നു. അതെ, കുറെ തിരിമറികളൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. BJPയുടെ തിരുവനന്തപുരത്തെ സ്ഥിതി എന്താണ്? BJPയും കയറി വരാൻ സാധ്യതയുള്ളവരാണ്. കാരണം കേന്ദ്രം അവരുടെ കയ്യിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വന്നാൽ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്നുള്ളത് പൊതുജനം കാണുന്നുണ്ട്. അത് വോട്ടാക്കി മാറ്റുമോ? ഇപ്പം മോദി ഞായറാഴ്ച മറ്റോ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അത് പുതിയ കുറച്ച് സീറ്റുകൾ പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കാം, ഒരു തൂക്ക് മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം BJPക്ക് കിട്ടുമോ അവസാനം? അത്രയ്ക്കും കേരളത്തിൽ വരാനുള്ള സാധ്യത ഇല്ല. UDFന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ലൊരു വരവ് വരാൻ നല്ലൊരു തരംഗമുണ്ട് എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ചൊന്നും പറയാനില്ല. അത് നല്ല യുവനേതാവായിരുന്നു. മറ്റ് ഇടതുപക്ഷത്തിനെ നോക്കുമ്പോൾ അവരെല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് കൂടെ നിർത്തുന്നു. അപ്പോൾ ഇവർ അത്രയ്ക്ക് മാത്രം പെട്ടെന്നൊരു ആക്ഷൻ അങ്ങനെ എടുത്ത് ആ യുവനേതാവിനെ അങ്ങനെ കളയണമായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. അവരുടെ ഒരു ഓരോരുത്തരുടെയും വ്യക്തിത്വം, ഓരോ പാർട്ടിയുടെയും വ്യക്തിത്വം. അതെ. ഇപ്പം ലീഗ് 27 സീറ്റുകൾ മത്സരിക്കുന്നുണ്ടല്ലോ. അതെ. എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് അന്വേഷിച്ചു? തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് വരുമ്പോഴത്തേക്ക് ലീഗിനും സ്ഥാനമുണ്ടല്ലോ. അതുകൂടെയൊക്കെ പരിഗണിച്ചിട്ടാണ് അവർ വരാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അവർക്ക് ലീഗിന് കൊടുക്കുന്ന സീറ്റുകളെല്ലാം ഒരു 99% ജയിച്ച് അവർ കൊണ്ടുവരാറുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇത്രയും സീറ്റ് വീണ്ടും കൊടുക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അല്ല, UDFന്റെ ഭരണം തിരിച്ചു കൊണ്ടുവരും. അതെ. അവരുടെ സാന്നിധ്യം ആവശ്യമാണ്. ആവശ്യമാണ്. മോദിയെക്കുറിച്ചൊരു അഭിപ്രായം, ഇത് രാഷ്ട്രീയമല്ലാതെ ചോദിച്ചാൽ? മോഡി ഒരു നല്ല ആളാണ്, പൊതുവെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. കേരളത്തിന് വേണ്ട രീതിയിൽ പരിഗണന തരുന്നില്ല. അതെ, ഇപ്പോഴും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10 സീറ്റ് കിട്ടിയാലെങ്കിലും കിട്ടട്ടെ എന്നാണ് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ശരിയായിട്ട് അധികാരം അവരുടെ കയ്യിലായതുകൊണ്ട് കേരളത്തിൻ്റെ വരുന്ന ഭാഗങ്ങളിൽ കിട്ടിയാൽ വേണ്ട രീതിയിൽ പരിഗണിച്ചു കൊണ്ടുപോകും. ഒരു തൂക്ക് മന്ത്രിസഭ വരാനുള്ള ചാൻസ് ഉള്ളൂ കേരളത്തിലല്ലേ? ഇവിടുത്തെ സ്ഥിതി അങ്ങനെ പത്മജ വേണുഗോപാലിന് ഇവിടെ പത്മജ ചേച്ചി ജയിക്കാൻ ചാൻസ് ഉണ്ടല്ലേ? ഇപ്പം ഞായറാഴ്ച മോദി വരുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സീറ്റുകളുടെ കേരളത്തിൽ പ്രതീക്ഷിക്കും. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ പത്മജ ചേച്ചി, പാലക്കാട് ശോഭ സുരേന്ദ്രൻ, പിന്നെ ഷോൺ ജോർജ്, PC ജോർജ്, അനൂപ് ആന്റണി, നേമത്ത് രാജീവ് ചന്ദ്, ശ്രീലേഖ. ഈ പ്രാവശ്യം കുറേ സീറ്റുകൾ പ്രതീക്ഷയോടുണ്ട്. തീർച്ചയായിട്ടും. ഉറപ്പിക്കാനാണോ മോദിയുടെ വരവ്? അല്ല, മോദീനെ അപേക്ഷിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത കൊല്ലത്തെ പറ്റിയാണ്. പക്ഷെ മോദി ചിന്തിക്കുന്നത് 15 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ ആവണമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പുള്ളിയുടെ സംസാരം അങ്ങനെ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ അടുത്ത മാസം എന്തായിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ മോദി ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 വർഷം കഴിഞ്ഞിട്ട് എന്താവും അങ്ങനെ ചിന്തിക്കുമ്പോൾ പുള്ളി ഇപ്പോൾ എല്ലാം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വരുമ്പോൾ എന്തെങ്കിലും ഒരു
സർപ്രൈസും കൊണ്ടുവരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഒരു ആരും ഭരിക്കാൻ ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാവുകയും BJPക്ക് ഒരു വോയിസ് ഉണ്ടാവുകയും ചെയ്യുമോ? BJPക്ക് എന്തായാലും ഒരു മുൻതൂക്കമുണ്ടോ? കാരണം ഞാൻ പറയുന്നത് ഈ രണ്ടുപേരും തൂക്കാവുകയും BJP പറയുന്ന ആൾക്കാർക്ക് മാത്രം ഭരിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചേർന്നിട്ട് ഇത് ഒതുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടുണ്ടോ. ഇവിടെ എന്തെങ്കിലും BJP എല്ലാ പ്രാവശ്യവും അട്ടിമറിക്കാറുണ്ട് ഇവരെല്ലാം രണ്ടും കൂടെ ചേർന്നിട്ട്. അട്ടിമറി ഇപ്രാവശ്യം നടക്കുമോ? സത്യമല്ല, ഉണ്ടാവും, ഉറപ്പാണ്. ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി BJPക്ക് ഉണ്ടോ? BJPക്ക് ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.